വയനാട് ദുരന്തത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ തുടങ്ങിയ സാലറി ചലഞ്ചിനോട് സഹകരിക്കാതെ ജീവനക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാത്ത സർക്കാർ ജീവനക്കാരുടെ കൃത്യമായ കണക്ക് നൽകാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം. സമ്മതപത്രം നൽകിയ ശേഷവും പണം നൽകാത്തവരുടെ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജനം ബ്രേക്ക് ചെയ്യുകയാണ് വാർത്ത. രാജീവ് നൽകും കൂടുതൽ വിവരങ്ങൾ. രാജീവ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രകൃതി ദുരന്തങ്ങളുടെ പേരിലാണ് സർക്കാർ സാലറി ചലഞ്ച് നടത്തുന്നത്. 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് സാലറി ചലഞ്ച് തുടർച്ചയായി സംസ്ഥാന സർക്കാർ നടത്താറുണ്ട്. 2018 നിർബന്ധമായും സർക്കാർ ജീവനക്കാർ പണം നൽകണമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനോട് CPM അനുകൂല സംഘടനാ പ്രവർത്തകർ വരെ എതിർപ്പ് അറിയിച്ചെങ്കിലും സർക്കാർ വഴങ്ങിയിരുന്നില്ല. നിർബന്ധപൂർവ്വം തന്നെ ജീവനക്കാരിൽ നിന്ന് സാലറി പിടിച്ചെടുക്കുന്ന ഒരു സമീപനമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായാണ് വീണ്ടും സാലറി ചലഞ്ച് സർക്കാർ ഏർപ്പെടുത്തിയത്. നിർബന്ധപൂർവ്വം പണം നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ പണം നൽകാത്ത ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് പരോക്ഷമായ മുന്നറിയിപ്പ് സർക്കാർ നൽകിയിരുന്നു. അതായത് സർക്കാർ ജീവനക്കാർ സാലറി ചലഞ്ചിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന കൃത്യമായ സൂചന തന്നെയാണ് സർക്കാർ നൽകിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഈ സർക്കാർ ജീവനക്കാർ എത്രത്തോളം സർക്കാർ ജീവനക്കാരാണ് ഈ സാലറി ചലഞ്ചിൽ പങ്കെടുക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമ്മതപത്രം നൽകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നത്. 500 കോടിയെങ്കിലും പിരിച്ചെടുക്കാനുള്ള നീക്കമായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയതെങ്കിൽ അത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. 230 കോടി രൂപ മാത്രമാണ് സാലറി ചലഞ്ച് വഴി സർക്കാരിന് സമാഹരിക്കാൻ കഴിഞ്ഞത്. അതായത് പകുതി ജീവനക്കാർ പോലും ഈ സാലറി ചലഞ്ചിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. മാത്രമല്ല 20,000-ന് മുകളിൽ സർക്കാർ ജീവനക്കാർ സാലറി ചലഞ്ചിൽ പങ്കെടുക്കാൻ സമ്മതമാണെന്ന് സമ്മതപത്രം നൽകിയതിന് ശേഷം ഈ പണം നൽകിയിട്ടില്ല എന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ വിവിധ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാലറി ചലഞ്ചിൽ പങ്കെടുക്കാത്ത സർക്കാർ ജീവനക്കാരുടെ കണക്കുകൾ നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ സമ്മതപത്രം നൽകിയിട്ട് ഏതൊക്കെ ജീവനക്കാരാണോ ഈ പണം നൽകാത്തത് അവരുടെ കണക്കുകൾ നൽകാനുള്ള നിർദ്ദേശമാണ് വിവിധ വകുപ്പ് മേധാവികൾക്ക് നൽകിയിരിക്കുന്നത്. 20,000-ന് മുകളിൽ സർക്കാർ ജീവനക്കാർ ഈ രീതിയിൽ ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക്. നേരത്തെ ധനവകുപ്പ് ഇവരിൽ നിന്ന് ശമ്പളം പിടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും വിവിധ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പണം എങ്ങനെയും ഈടാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ 500 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും പിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. നിലവിൽ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് 500 കോടി തന്നെയാണ്. പക്ഷേ 230 കോടി പോലും സമാഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. സർക്കാർ ജീവനക്കാർ ഈ സാലറി ചലഞ്ചിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി എന്ന രീതിയിലാണ് സാലറി ചലഞ്ച് തുടങ്ങിയത്. എന്നാൽ വയനാട്ടിലെ ദുരിതബാധിതരുടെ അവസ്ഥയൊക്കെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. പുനരധിവാസം പോലും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. അവർക്ക് അർഹമായ യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സാലറി ചലഞ്ചിൽ നിന്നും സർക്കാർ ജീവനക്കാർ പിന്മാറിയത്. ഇത് തിരിച്ചടിയായതോടെയാണ് ഇപ്പോൾ നിർബന്ധമായും പണം നൽകണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഈ സമ്മതപത്രം നൽകിയവർക്ക് എതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കണക്കുകൾ ശേഖരിക്കുന്നത്. അനു.